ലോക റേഡിയോ ദിനത്തിൽ വേറിട്ട കാഴ്ചയാകുകയാണ് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് മരുതായിലെ കെ ശ്രീജിത്തിന്റെ റേഡിയോ ലൈബ്രറി. റിപ്പോർട്ട് കാണാം. വീടിനകത്ത് പഴയതും പുതിയതുമായ 200-ലേറെ റേഡിയോകൾ, മർഫി മുതൽ ടെലിഫുങ്കൻ വരെയും ഗ്രാമഫോൺ മുതൽ സ്പൂൾ ടൈപ്പ് പാട്ടുപെട്ടി വരെയും ഇദ്ദേഹത്തിന്റെ റേഡിയോ ലൈബ്രറിയിലുണ്ട്. എല്ലാം പാടുന്നവ തന്നെ. റേഡിയോയെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറായ കെ ശ്രീജിത്ത്. ഏകദേശം 15 വർഷത്തോളമായി ഈ ഒരു റേഡിയോ കളക്ഷൻ തുടങ്ങിയിട്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഒരു ചെറിയ ടാപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അച്ഛൻ കൊണ്ടുവന്ന ആ ടാപ്പ് റെക്കോർഡർ പിന്നീട് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ടാപ്പ് റെക്കോർഡർ പിന്നെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയ സമയത്ത് വീണ്ടും റിപ്പയർ ചെയ്തിട്ട് എനിക്ക് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. ഒരെണ്ണം അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം റേഡിയോ ആയിട്ടും ടാപ്പ് റെക്കോർഡറായിട്ടും പല കമ്പനികളുടെയും സോണി, ഫിലിപ്സ്, പനാസോണിക്, അങ്ങനെ ടെലിഫുങ്കൺ എന്ന് പറയേണ്ട 10-20ഓളം കമ്പനികളുടെ ടാപ്പ് റെക്കോർഡുകളും റേഡിയോകളും, ടാപ്പ് റെക്കോർഡർ ഉള്ള റേഡിയോകളും, അതേപോലെ റെക്കോർഡ് പ്ലെയറുകളും, സ്പോർട്ട് പ്ലെയറുകളും, ടിവികളും എൻ്റെ അടുക്കുണ്ട്. അപൂർവവും കൗതുകമേറിയതുമായ റേഡിയോകൾ വാങ്ങി സൂക്ഷിക്കുക എന്നത് ഒരു ഹോബിയായാണ് ശ്രീജിത്ത് കാണുന്നത്. ഈ റേഡിയോ മിക്ക സമയത്തും ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ ദിവസേന റേഡിയോ കേൾക്കാറുണ്ട്. നമ്മൾ ആക്രിക്കടയിൽ നിന്ന് ശേഖരിച്ചത് മുതൽ വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരം ശേഖരിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും ശേഖരിച്ച റേഡിയോകളുണ്ട്. വിരുന്നുകാരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലും റേഡിയോ വഴിയാണ്. ആദ്യകാലത്തെ ടേപ്പ് റെക്കോർഡർ, കുഞ്ഞു ടെലിവിഷൻ സെറ്റ്, ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം എന്നിവയ്ക്ക് പുറമെ കാസറ്റുകളും സിഡികളും ക്യാമറകളുമെല്ലാം ഈ വീട്ടിനകത്ത് മായക്കാഴ്ചയൊരുക്കുകയാണ്. വിൻറ്റേജ് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ അകത്ത് ഓൾ ഇന്ത്യ ലെവലിൽ ആൾക്കാർ സെയിലിനിടുന്ന റേഡിയോകൾ ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. അതിൽ ഗുജറാത്തിൽ നിന്നുണ്ട്, പഞ്ചാബിൽ നിന്നുണ്ട്, അതുപോലെ കൽക്കത്തയിൽ നിന്ന് വാങ്ങിയതുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയ, പല സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയ കൊറിയർ മാർഗം ശേഖരിച്ച റേഡിയോകൾ ഇതിൻ്റെ അകത്തുണ്ട്. രാവിലെ സിഗ്നേച്ചർ ട്യൂൺ മുതൽ ശ്രീജിത്തിന്റെ വീട്ടിലെ റേഡിയോ ഉണരും. അമ്മ നാരായണിയും ഭാര്യ മട്ടന്നൂർ കോടതി ജീവനക്കാരി സീമയും മക്കൾ ശ്രീനന്ദും ശ്രേയാലുമെല്ലാം റേഡിയോയുടെ മഹിമ തിരിച്ചറിഞ്ഞവരാണ്. അറിവ് പകർന്നു നൽകുന്നതിൽ റേഡിയോവിനപ്പുറം മറ്റൊരു മാധ്യമമില്ലെന്നും മനുഷ്യനുള്ളിടത്തോളം റേഡിയോയും ഉണ്ടാവുമെന്നും ശ്രീജിത്ത് പറയുന്നു. കണ്ണൂർ മട്ടന്നൂർ മരുതായിയിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.